ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ടുപോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം. കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കും. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അറിയിച്ചു. കേരളത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പൂച്ചെണ്ടു കൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ലേഖനം. നയപ്രഖ്യാപനം ഞങ്ങളുടേത് കൂടിയാണ് എന്ന BJPയുടെ പ്രസ്താവന, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണ. ഇതാണ് ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ദിവസവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വഞ്ചനാപരമായ നിലപാടും അത് സംബന്ധിച്ച വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിപൽക്കരമായ ഒരു സമീപനമാണ്. സംഘപരിവാരവുമായി കൈകോർത്ത് BJPയുടെ B ടീമായി ഈ കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സാധാരണ നിലയിലുള്ള ജീവിതം അസാധ്യമാവുന്ന നാടായി കേരളം മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമ്മൾ കേൾക്കുന്ന അത്യന്തം അനുചിതമായ വാർത്തകൾ നാളെ ഇവിടേക്കും വരും. ഇത് ഇന്നലെ വരെ കേരളം സ്വീകരിച്ചിരുന്ന നിലപാടുകളെ ഇന്ന് അപ്രസക്തമാക്കി മാറ്റുന്ന ഒന്നായി നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. ഈ അപകടത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. DYFIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ തുല്യരായി സമാധാനത്തോടെ, സംതൃപ്തമായി, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുകൂടി അർത്ഥമുണ്ട്.